നമസ്കാരം. വഖഫ് ഭേദഗതി നിയമം ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാവുകയും രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാവുകയും ചെയ്തതോടെ ഈ ദിവസങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ തുടർച്ചയായി വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വാർത്തകളൊക്കെ ആരെങ്കിലും കണ്ടാൽ ക്രൈസ്തവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു നാടായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന് തോന്നും. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമല്ല, അർമേനിയ അടക്കമുള്ള പല രാജ്യങ്ങളിലും ക്രൈസ്തവർ തുടച്ചു നീക്കപ്പെടുകയാണ്. ലെബനനിലെ കാര്യം പറയുകയേ വേണ്ട. ലോകവ്യാപകമായി ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നവർ പക്ഷെ പെട്ടെന്ന് ഇന്ത്യ മഹാരാജ്യം ക്രൈസ്തവർക്ക് പറ്റിയ ഇടമല്ല എന്ന ഒരു എക്കോസിസ്റ്റം സ്ഥാപിച്ചെടുക്കുന്നു. എല്ലാവരും അതേക്കുറിച്ച് മാത്രമാണ് വാർത്ത പറയുന്നത്. ഭൂതക്കണ്ണാടിയുമായി അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം മാത്രം നോക്കുക. ഞാൻ മറ്റു പത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. മനോരമയിൽ ഇതാണെങ്കിൽ പിന്നെ ദേശാഭിമാനിയിൽ എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഞാൻ മലയാള മനോരമ ദിനപത്രം മാത്രം നോക്കി അതിൻ്റെ 1-ാം പേജിൽ കിടക്കുന്നത് ഓർഗനൈസറിലെ ഒരു ലേഖനം, കത്തോലിക്ക സഭയ്ക്കെതിരെ വന്ന പിൻവലിക്കപ്പെട്ടൊരു ലേഖനത്തെക്കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ മിക്ക പത്രങ്ങളിലെയും വാർത്ത. ഓർഗനൈസറിൽ ലേഖനം വരുന്നു, കത്തോലിക്ക സഭയ്ക്കാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും അധികം സ്വത്തുള്ളത് എന്ന ഒരു ലേഖനമാണ്. ആ ലേഖനം എഴുതിയത് ഓർഗനൈസറിൽ കോളം എഴുതുന്ന തീവ്ര സംഘ നിലപാടുള്ള ശശാങ്ക് കുമാർ ദ്വിവേദിയാണ്. ഈ ലേഖനം വിവാദമാകുന്നു. മണിക്കൂറുകൾക്കകം അത് പിൻവലിക്കപ്പെടുന്നു. അപ്പോഴേക്കും വലിയ ഒച്ചപ്പാടായി. രാഹുൽ ഗാന്ധി തന്നെ ആദ്യം രംഗത്ത് വന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെയാണ് വഖഫ് എന്ന് പറയുന്ന മുസ്ലിമുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെങ്കിൽ അതിനുശേഷം അവരുടെ ലക്ഷ്യം ക്രിസ്ത്യാനികളാണ്. ഇതാ വഖഫ് പാസ്സായപ്പോൾ തന്നെ അവർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രചരണം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി. ചാനലുകളും പത്രങ്ങളും ഏറ്റുപിടിച്ചു. ജബൽപൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നു, മലയാളി വൈദികനെ മർദ്ദിക്കുന്നു, ഛത്തീസ്ഗഡിൽ സംഭവിക്കുന്നു. അങ്ങനെ വടക്കേ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന തുടർ വാർത്തകൾ വലിയ സങ്കടത്തോടു കൂടി വരികയാണ്. ഇന്നത്തെ മനോരമ ദിനപത്രത്തിന് 1-ാം പേജിൽ മാത്രമല്ല, അകത്തെ ഒരു പേജ് ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് സഭയുടെ സ്വത്തും പിടിച്ചെടുക്കാൻ BJP നീക്കം സുധാകരൻ. വ്യക്തമാകുന്നത് RSSന്റെ അടുത്ത ലക്ഷ്യം രമേശ് ചെന്നിത്തല. ചർച്ച് ബിൽ വരുന്നതിന്റെ സൂചന VD സതീശൻ. മുസ്ലിങ്ങൾക്ക് പിന്നാലെ ക്രൈസ്തവരെയും BJP ഉന്നം വയ്ക്കുന്നു KC വേണുഗോപാൽ. ഓർഗനൈസറുടെ ലേഖനം അപകട സൂചന മുഖ്യമന്ത്രി. നോക്കൂ, ഇതെല്ലാം വന്നിരിക്കുന്നത് മനോരമയിൽ മാത്രമാണ്. എല്ലാ പത്രങ്ങളിലും ഇതിനേക്കാൾ കൂടുതലുണ്ട്. മനോരമയെ കുറ്റപ്പെടുത്തുകയല്ല. എങ്ങനെയാണ് ജനഹൃദയങ്ങളിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്നത് എന്നതിന് തെളിവാണ്. ഇതിനേക്കാൾ കൗതുകമുണർത്തുന്നത് തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളി പൂട്ടി മുസ്ലിം ദേവാലയമാക്കിയപ്പോൾ അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ, ഫലസ്തീനിൽ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ കൊല്ലുന്നവരെ പിന്തുണച്ചുകൊണ്ട് ജാഥ നടത്തുന്നവരൊക്കെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കൈയടിക്കുന്നു. യേശുക്രിസ്തുവിനെതിരെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും നിരന്തരം പ്രസംഗിക്കുന്ന SDPIയും പോപ്പുലർ ഫ്രണ്ടിന്റെ തുടർച്ചക്കാരുമൊക്കെ ക്രൈസ്തവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നു. മണിപ്പൂർ വീണ്ടും ചർച്ചകളിൽ കൊണ്ടുവരുന്നു. മണിപ്പൂരിലെ പ്രശ്നമൊക്കെ കേന്ദ്ര സർക്കാർ പരിഹരിച്ചിരിക്കുന്നു. മണിപ്പൂരിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും കേൾക്കാനില്ല. പക്ഷേ മണിപ്പൂരിനെ കുറിച്ച് അവർ കണ്ണീരൊഴുക്കുന്നു. SDPIയുടെ പത്രക്കുറിപ്പുകൾ മാത്രം നോക്കുക. കഴിഞ്ഞ കുറേ ദിവസമായി SDPIയുടെ പത്രക്കുറിപ്പുകൾ മുഴുവൻ ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള കണ്ണീരൊഴുക്കലാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പോസ്റ്ററുകളുമായി അവർ കണ്ണീരൊഴുക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കും മീഡിയ വണിനും പെട്ടെന്ന് ക്രൈസ്തവ സ്നേഹം കത്തിപ്പടരുകയാണ്. എന്താ കാരണം? വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നിരിക്കുന്നു. ഇത് ക്രൈസ്തവ സഭയുടെ ആവശ്യമായിരുന്നു. KCBCയും CBCയും, അതായത് കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സഭയും രാജ്യത്തെ കത്തോലിക്ക മെത്രാൻ സഭയും അതിശക്തമായ നിലപാടെടുത്തു, അനുകൂലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ എതിർത്തു. എങ്കിലും അത് പാസ്സായി. ഇത് പാസ്സായപ്പോൾ കോൺഗ്രസിനും CPMനും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഒരു വികാരം ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായി. അത് തണുപ്പിക്കാൻ അവരുടെ വികാരം മുതലെടുത്ത് അവരുടെ ഉള്ളിലേക്ക് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ടുവരികയാണ്. ഓർഗനൈസറുടെ ലേഖനം അത് വസ്തുതാവിരുദ്ധമാണ്. ഓർഗനൈസർ പറയുന്നതിനൊക്കെ എത്രയോ ഇരട്ടി സ്വത്ത് കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ആകെപ്പാട് 20,000 കോടിയുടെ സ്വത്തുണ്ട് എന്ന് പറയുന്നത് പൊട്ടത്തരമല്ലേ? കേരളത്തിൽ തന്നെ അതിൻ്റെ എത്രയോ മടങ്ങ് സ്വത്തുക്കളുണ്ട്. ബാംഗ്ലൂർ നഗരത്തിൽ സ്വന്തമായ യൂണിവേഴ്സിറ്റി ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ മാർ ഇവാനിയസ് മുതൽ എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ സ്കൂളുകൾ, എത്രയോ പള്ളികൾ, എത്രയോ പള്ളിക്കൂടങ്ങൾ. ഇവരുടെ കണക്കൊക്കെ തെറ്റാണ്. നഴ്സിംഗ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ഇത് കത്തോലിക്ക സഭയ്ക്ക് ഉടമസ്ഥാവകാശമുള്ളത് ഇവർ പറയുന്നതിനൊക്കെ 10 മടങ്ങാണ്. എന്നാൽ ഇതൊക്കെ ബ്രിട്ടീഷുകാർ കൊടുത്തതാണ് എന്ന് പറഞ്ഞ് വിവരക്കേടാണ്. കത്തോലിക്ക സഭയ്ക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തൊന്നും അല്ല. കത്തോലിക്ക സഭ പരമ്പരാഗതമായി സംഘടിതമായി സംഘടിപ്പിച്ചെടുത്താണ്. അവരുടെ വിശ്വാസികൾ ചിലയിടങ്ങളിലൊക്കെ ഭൂമി കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മാർ ഇവാനിയസ് ഇരിക്കുന്ന സ്ഥലമൊക്കെ തിരുവിതാംകൂർ രാജാവ് കൊടുത്തതാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം, ഇല്ലെന്നല്ല. പക്ഷെ പള്ളികൾ, പള്ളിക്കൂടങ്ങൾ, ഇതൊക്കെ വിശ്വാസികൾ അവരുടെ പണം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. അതൊന്നും കത്തോലിക്ക സഭയ്ക്ക് പുട്ടടിക്കാനുള്ളതല്ല. അതൊക്കെ വിശ്വാസികളുടേതാണ്.
ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഭരണഘടനാപരമായി നിയമപരമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതൊന്നും ഇല്ലാതാക്കാനോ ഏറ്റെടുക്കാനോ ഇന്ത്യൻ ഭരണഘടന ആരെയും അനുവദിക്കില്ല. RSS BJP അതിനൊന്നും ശ്രമിക്കാൻ മാത്രം വിഡ്ഢികളാണെന്ന് കരുതുന്നില്ല. എന്നാൽ കത്തോലിക്ക സഭയ്ക്ക് ഇത്രയും സ്വത്തുക്കളുണ്ട്. എന്നാൽ ഇത് ഓർഗനൈസർ ലേഖനം വന്നു. ഓർഗനൈസറിൽ പലരും ലേഖനം എഴുതുന്നതാണ്. കഴിഞ്ഞ ദിവസം എമ്പുരാന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവരെ അധിക്ഷേപിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന വളരെ വൈകാരികമായ ഒരു തിയോളജിക്കൽ ആംഗിളുള്ള ലേഖനം വന്നിരുന്നു. മലയാളിയെ ജിതിൻ എഴുതിയതാണ്. പലതരത്തിലുള്ള ലേഖനങ്ങൾ ഓർഗനൈസർ വരാറുണ്ട്. ഓർഗനൈസർ RSSന്റെ മുഖപത്രമാണ്. എന്നാൽ അതിൽ വരുന്ന ലേഖനങ്ങളെല്ലാം RSSന്റേതല്ല. RSS എടുക്കുന്ന നിലപാട് ഓർഗനൈസറിന്റെ എഡിറ്റോറിയലിലൂടെ വരാം, അല്ലെങ്കിൽ RSSന്റെ പ്രസ്താവന എന്ന നിലയിൽ വരാം. അതാണ് ഗൗരവമായി കാണുന്നത്. ഇത് ബോധപൂർവം ഭയം സൃഷ്ടിക്കുന്നതാണ്. പിന്നീട് ആ ലേഖനം മാറ്റുകയും ചെയ്തു. ബോധപൂർവം ഭയം സൃഷ്ടിക്കുക. വടക്കേ ഇന്ത്യയിൽ ആകെ കുഴപ്പമാണ്. വടക്കേ ഇന്ത്യയിൽ എക്കാലത്തും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമായിരുന്നു. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിന്റെ എത്രയോ ഇരട്ടി ക്രൈസ്തവർ അതിനു മുമ്പ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററെയും കുടുംബത്തെയും ചുട്ടുകൊന്നത് മോദിയുടെ കാലത്താണോ? ആക്രമിക്കുന്ന ആൾക്കൂട്ടമാണ്. അതിൽ BJPക്കാർ കാണും, RSSകാർ കാണും, കോൺഗ്രസ്സുകാർ കാണും. അത് തീവ്ര ഹൈന്ദവ ആൾക്കൂട്ടമാണ്. ഇന്ത്യയിലെ 100 കോടിയിലധികം ജനങ്ങൾ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. അവർ ആക്രമിച്ചെന്നവർ അത് മോദിയും RSSും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലും വിവരക്കേടാണ്. ആക്രമണം നടക്കുന്നുണ്ട്. അതിൽ പലപ്പോഴും അവിടുത്തെ പ്രാദേശിക ഹിന്ദു സംഘടനകളുടെയും BJPയുടെയും ഒക്കെ പിന്തുണ ഉണ്ടാവാം. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടിട്ട് പലപ്പോഴും വടക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു. ഇത് സത്യമാണ്. വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നു, പ്രത്യേകിച്ച് ആദിവാസികൾക്കും ദളിതർക്കും ഇടയിൽ. ആ മതപരിവർത്തനത്തെ ഹിന്ദു സംഘടനകൾ ചോദ്യം ചെയ്യുന്നതിന് കുറ്റം പറയാൻ കഴിയുമോ? മതപരിവർത്തനം നടത്തുന്നത് നിയമവിരുദ്ധമാണ്. വലിയ തോതിൽ മതപരിവർത്തനം പലരും നടത്തുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ മഹാരാജ്യം എല്ലാവരെയും സ്വീകരിക്കുന്ന രാജ്യമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ് ഹിന്ദുമതം. പക്ഷെ അവരുടെ അടിവേര് തോണ്ടാൻ ഇറങ്ങിയാൽ, അവരെ പിടിച്ചുകൊണ്ടുപോയി അരിയും മുളകും കൊടുത്ത് മതം മാറ്റാൻ ശ്രമിച്ചാൽ പ്രതിരോധമുണ്ടാവും. എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇതൊക്കെ വ്യത്യസ്തമായി കാണേണ്ടതാണ്. ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ കാരണങ്ങൾ കാണും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ലോകമെമ്പാടും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഏത് മതമാണോ ഭൂരിപക്ഷ മതം, ന്യൂനപക്ഷ മതം ആക്രമിക്കപ്പെടാം. മതത്തിന് പ്രാധാന്യമുള്ള രാജ്യങ്ങളിൽ. പാകിസ്ഥാനിൽ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും സിഖുകാരൻ്റെ അവസ്ഥ എന്താണ്? സ്വാതന്ത്ര്യം നേടുമ്പോൾ എത്ര ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സിഖുകാരും പാകിസ്ഥാനിലുണ്ടായിരുന്നു? ഇപ്പോൾ എത്ര പേരുണ്ട്? എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി എങ്ങനെയാണ്? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വളരുകയാണ് ചെയ്തത്, തളരുകയല്ല ചെയ്തത്. അതുകൊണ്ട് ഈ വഖഫ് ഭേദഗതി നിയമം ക്രൈസ്തവരെ സ്വാധീനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് സംഘടിതമായി ഉണ്ടായിരിക്കുന്ന ഈ ഒരു എക്കോസിസ്റ്റം ഉണ്ട്, ഈ ഒരു ബഹളമുണ്ട്, ഈ കണ്ണീരുണ്ട്. ഈ കണ്ണീര് കൊണ്ടൊന്നും നീതിബോധമുള്ള മനുഷ്യരെ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. വഖഫ് ഭേദഗതി നിയമം മുൻപത്തെ പോലെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആശ്വാസ കിരണമാണ്. അതിനെതിരെ നിന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ജനങ്ങൾ കണക്ക് ചോദിക്കും. നിങ്ങൾ എത്ര കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയാലും, എന്തു തരം നറേറ്റീവ് സൃഷ്ടിച്ചാലും അത് വില പോകില്ല.